പാലക്കാട്ടെ പരാജയം ബി ജെ പിക്കുള്ളിൽ വലിയ അസ്വാരസ്യങ്ങളും വലിയ ഉലച്ചിലുകളും ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് ബി ജെ പിയുടെ പരാജയത്തിലെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പിക്കുള്ളിൽ ശക്തമായി ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണം കെ സുരേന്ദ്രനാണെന്നും കെ സുരേന്ദ്രൻ്റെ ഇഷ്ടക്കാരനായ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ടാണ് ഈ പരാജയം നേരിടേണ്ടി വന്നതെന്നും ബി ജെ പിക്കുള്ളിലെ പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയിലെ ചില കൗൺസിലർമാരടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കെ സുരേന്ദ്രൻ പറയുന്നത് താൻ കാരണമാണ് പരാജയം സംഭവിച്ചതെങ്കിൽ ആ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നും ഇനി ഈ സ്ഥാനത്തിരിക്കാൻ താൻ യോഗ്യനല്ല എങ്കിൽ കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ ഈ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ സന്നദ്ധനാണെന്നും അദ്ദേഹം പറയുന്നു. ഈ വിഷയത്തിൽ സന്ദീപ് വാര്യർ അടക്കമുള്ള ബി ജെ പിയിൽ നിന്ന് വിട്ടുപോയ ഇപ്പോൾ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം വഹിച്ച സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ തന്നെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ ബി ജെ പിക്കുള്ളിൽ വലിയ അസ്വാരസ്യത്തിന് കാരണമായിരിക്കുന്നത്. ഒന്ന്, ഏത് തെരഞ്ഞെടുപ്പായാലും അവിടെയെല്ലാം ശ്രീകൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കുന്ന അല്ലെങ്കിൽ ശ്രീകൃഷ്ണകുമാറിന്റെ ബന്ധുമിത്രാദികൾക്ക് കൂടുതൽ ഇടം നൽകുന്ന ഒരു രീതി ബി ജെ പിക്കുള്ളിൽ ഇപ്പോൾ ഉണ്ട്. ആ രീതിക്ക് കുടപിടിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം സുരേന്ദ്രൻ നടത്തുന്നുണ്ട്. അത് തീർത്തും തെറ്റാണ്. പാലക്കാട്ട് തീർച്ചയായും ബി ജെ പി പരാജയപ്പെടും. ആ പരാജയത്തിന്റെ പ്രധാന കാരണക്കാരൻ സുരേന്ദ്രനാണ്. താൻ കോൺഗ്രസിലേക്ക് വന്നതിന്റെ പ്രധാന കാരണക്കാരനും സുരേന്ദ്രനാണ് എന്നൊക്കെയായിരുന്നു സന്ദീപ് വാര്യർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിന് തൊട്ടു പിന്നാലെയാണ് പാലക്കാട് 10 വർഷമായി ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിൽ പോലും ദയനീയമായി ബി ജെ പി പരാജയപ്പെടുകയും ബി ജെ പിയിലെ ചില കൗൺസിലർമാർ കൃത്യമായ രീതിയിൽ തന്നെ കെ സുരേന്ദ്രനെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പാലക്കാട് നഗരസഭയിൽ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ആദ്യഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ആ വിമർശനങ്ങൾ പിന്നീട് സ്ഥാനാർത്ഥി നിർണയത്തെ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചതോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി നിശബ്ദത പാലിച്ചതാണ് എന്നാണ് ഇപ്പോൾ കൗൺസിലർമാർ പറയുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് കൂടുന്ന നേതൃയോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉന്നയിക്കുവാൻ പോകുന്നത് കെ സുരേന്ദ്രന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ടതാണ്. കെ സുരേന്ദ്രൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും കെ സുരേന്ദ്രന്റെ പക്ഷമല്ലാത്ത മറ്റ് അണികളും പ്രവർത്തകരും കാര്യമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കെ സുരേന്ദ്രന് പകരം ആരായിരിക്കും ബി ജെ പിയുടെ അടുത്ത സംസ്ഥാന അധ്യക്ഷൻ എന്ന ചോദ്യത്തിന് 3 പേരുകളാണ് ഇപ്പോൾ ഉടലെടുത്തു വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് വി മുരളീധരന്റെ പേരാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പോയെങ്കിലും ബി ജെ പിയുടെ വോട്ട് വർധനവിൽ കാര്യമായ പങ്കുവഹിക്കുവാൻ സാധിച്ച വി മുരളീധരനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വീണ്ടും കൊണ്ടുവരണമെന്ന ആവശ്യം കാര്യമായ രീതിയിൽ തന്നെ ഉന്നയിക്കുന്നുണ്ട് കെ സുരേന്ദ്രന്റെ കൂടെ അല്ലാത്ത മറ്റ് ബി ജെ പി നേതൃത്വങ്ങൾ. വി മുരളീധരൻ ഇരുന്ന കാലത്ത് ചിട്ടയോടുകൂടി പാർട്ടി പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയിരുന്നു. അപക്വമായ രീതിയിലാണ് കെ സുരേന്ദ്രൻ പല രാഷ്ട്രീയ വിഷയങ്ങളെയും നേരിടുന്നത്. ആ അപക്വത പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിൽ തികഞ്ഞ പക്വതയുള്ള തികഞ്ഞ പരിചയ സമ്പന്നതയുള്ള വി മുരളീധരനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു വിഭാഗം അണികൾ, ഒരു വിഭാഗം നേതാക്കന്മാർ മുൻപോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര നേതൃത്വവുമായി വി മുരളീധരനുള്ള ബന്ധം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിൻ്റെ വേഗത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടുകൂടിയാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയും ഏൽക്കാതെ അല്ലെങ്കിൽ ഒരു ഗവർണർ സ്ഥാനത്തേക്കും ചെന്നു നിൽക്കാതെ വി മുരളീധരൻ എത്തി നിൽക്കുന്നത് എന്ന ചില ആരോപണങ്ങളും ഉണ്ട്. അതായത് 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് ഭാഗമാകുവാൻ ബി ജെ പിയുടെ നിലവിലുള്ള കേരളത്തിലെ ശക്തി കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അതായത് ബി ജെ പിക്ക് സ്വാധീനമുള്ള ചില ജില്ലകൾ, തൃശ്ശൂർ, പത്തനംതിട്ട, പാലക്കാട്, തിരുവനന്തപുരം, കാസർഗോഡ് പോലെയുള്ള ജില്ലകളിലെ ബി ജെ പിക്ക് സ്വാധീനമേറെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച മത്സരിക്കേണ്ടത് ആരെ എന്ന് തീരുമാനിക്കുന്നതിലൊക്കെ വി മുരളീധരന് നേതൃത്വം കൊടുക്കുവാൻ സാധിക്കും. അദ്ദേഹത്തിന് അതിനുള്ള പക്വതയുണ്ട്. അതുകൊണ്ട് 20ഉം 25ഉം മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിക്ക് സാധ്യതയുണ്ട്. ആ ഇടങ്ങളിലെല്ലാം ബി ജെ പി വിജയിച്ചാൽ കേരളം 2026 ആര് ഭരിക്കണമെന്നതിൽ നിർണായകമായ തീരുമാനമെടുക്കുവാൻ കഴിയുന്ന കരുത്തിലേക്ക് ബി ജെ പിക്ക് വളരുവാൻ സാധിക്കും. അത്തരത്തിൽ രാഷ്ട്രീയപരമായ നീക്കം ഉണ്ടാകുമ്പോൾ പക്വമായ രീതിയിൽ തീരുമാനമെടുക്കുവാൻ കഴിയുന്ന നേതാവ് വി മുരളീധരനാണ്. അതുകൊണ്ട് വി മുരളീധരനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന ഒരു ആവശ്യം ഇന്ന് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ നേതൃയോഗത്തിൽ വി മുരളീധരനോട്
സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്ന അണികൾ ഉന്നയിക്കും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ വി മുരളീധരനാണ് സാധ്യതാ പട്ടികയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്. രണ്ടാമതായി, ഒരു വനിതാ മുഖമെന്ന രീതിയിലും മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം കൃത്യമായി BJPയുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന രീതിയിലും നിലവിൽ കെ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായപ്പോൾ പാർട്ടിക്കുള്ളിൽ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവായ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിക്കുന്നവരുമുണ്ട് നിലവിൽ BJPയിൽ. അതായത് പാലക്കാട്ടെ സ്ഥാനാർത്ഥി ആരാകണമെന്ന ചോദ്യങ്ങൾ ശക്തമായി ഉയരുന്ന കാലത്ത് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. ആ ഫ്ലെക്സ് ബോർഡ് കത്തിക്കുന്നു. എന്നാൽ ആ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടും സ്വീകരിച്ചില്ല എന്നുള്ളത് കൂടി പരിഗണിക്കുമ്പോൾ പക്വമായ രീതിയിൽ കൃത്യമായ ബോധ്യത്തോടു കൂടി പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവണതയോ വാക്കുകളോ ഒന്നും ഉപയോഗിക്കാതെ നിലവിൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ നടക്കുന്ന വഴക്കുകളിലോ തമ്മിത്തല്ലുകളിലോ പടലപ്പിണക്കങ്ങളിലോ ഒരു അഭിപ്രായവും പറയാതെ നിശബ്ദമായി പാർട്ടി തീരുമാനത്തെ സ്വീകരിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന, വളരെയധികം ആധികാരികമായി പാർട്ടിയുടെ പരാജയത്തെ വീക്ഷിക്കുന്ന, പാർട്ടിക്ക് ഇനി എന്താണ് വേണ്ടത് എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവ് എന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കണം. അതുമാത്രമല്ല, നിലവിൽ കേരളത്തിൽ ശക്തമായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളുടെ അധ്യക്ഷ പദവിയിൽ സ്ത്രീകൾ ആരും തന്നെയില്ല. അതുകൊണ്ട് BJPക്ക് കേരളത്തിലെ വനിതാ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു നേതാവിനെ BJP സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം. അതിന് ശോഭാ സുരേന്ദ്രന് കരുത്തുണ്ട്. ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിലെ നിർണായക വോട്ടർമാരായ വനിതാ വോട്ടർമാരെ കൂടുതൽ BJPയിലേക്ക് അടുപ്പിക്കുവാൻ സാധിക്കും. അതിന് ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷയായി കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന രണ്ടാം വിഭാഗം. മൂന്നാമത്, തൃശ്ശൂരിൽ മികച്ച വിജയം കൈവരിച്ച തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് വരുന്ന ചേലക്കര മണ്ഡലത്തിൽ 10,000-ൽ പരം വോട്ടുകൾ നേടുവാൻ സാധിച്ച, ചേലക്കരയിലെയും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പിനൊക്കെ നേതൃത്വം നൽകിയ BJPയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിക്കുന്നവരും BJPയിലുണ്ട്. അതായത് പരാജയത്തെ തുടർന്ന്, പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കത്തെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പല ആളുകളും കെ സുരേന്ദ്രനെതിരായുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു അഹങ്കാര ദാർഷ്ട്യ സ്വഭാവമുണ്ട്. അത് പാർട്ടിക്കുള്ളിലെ ഐക്യത്തെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് കെ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് അവിടേക്ക് വി മുരളീധരനെയോ അതല്ല എങ്കിൽ ശോഭാ സുരേന്ദ്രനെയോ, അതുമല്ല എങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മിന്നുന്ന വിജയം കൈവരിക്കുവാൻ അതിന് നേതൃത്വം നൽകിയ, ചേലക്കരയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 10,000-ൽ പരം വോട്ടിന്റെ വർധനമുണ്ടാക്കി കൊടുത്ത തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ഈ 3 പേരുകളാണ് സജീവമായി BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായാലും ഇന്ന് കൊച്ചിയിൽ കൂടുന്ന നേതൃയോഗത്തിൽ തീരുമാനമുണ്ടാകും. കാലാവധി തീരുന്നവരെ കെ സുരേന്ദ്രൻ തുടരണോ, അതല്ല കെ സുരേന്ദ്രന് പകരമായി ഇവർ 3 പേരിൽ ആരെങ്കിലുമാണോ, ഇനി അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാരെ പരിഗണിക്കുവാനാണോ BJP തീരുമാനമെന്ന്